ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ബ്രഹ്മോസ് ഇടപാട് $700 മില്യൺ അതായത് 59,771 കോടി രൂപയുടെ കയറ്റുമതി നടത്താനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിരിക്കുന്നത്. ദക്ഷിണ ചൈന കടലിലെ സംഘർഷം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ വിയറ്റ്നാമിന്റെ സമുദ്ര സുരക്ഷ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനായി ഒരുങ്ങുന്നത്. നിലവിൽ ചൈനയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ വിയറ്റ്നാമിന്റെ കൈവശം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ കരാർ യാഥാർത്ഥ്യമായ ബ്രഹ്മോസ് മിസൈലുകൾ സ്വന്തമാക്കുന്ന രണ്ടാമത്തെ രാജ്യമായി വിയറ്റ്നാം മാറുകയും ബ്രഹ്മോസ് വിയറ്റ്നാമിന്റെ ഭാഗമാകുമ്പോൾ വിയറ്റ്നാമിന്റെ പ്രതിരോധ കോട്ട ഇരട്ടി കരുത്തോടുകൂടി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. മലേഷ്യ, പശ്ചിമേഷ്യയിലെയും ദക്ഷിണ അമേരിക്കയിലെയും ചില രാജ്യങ്ങളുമൊക്കെ ബ്രഹ്മോസ് വാങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കരയിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ DRDOയും അതുപോലെ റഷ്യൻ NPOMഉം സംയുക്തമായി രൂപീകരിച്ച ബ്രഹ്മോസ് കോർപ്പറേഷനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പ്രദേശത്തെ ഒരു കൂട്ടം പോയിന്റുകൾക്കുള്ളിൽ നാശം വിതയ്ക്കേണ്ട കൃത്യമായ പോയിന്റിലേക്ക് ചെന്ന് പറിച്ച് നാശമുണ്ടാക്കാനുള്ള ഒരു കഴിവാണ് ബ്രഹ്മോസിനെ ഏറ്റവും അധികം പ്രിയങ്കരമാക്കുന്നത്, വേറിട്ട് നിർത്തുന്നത്. റഷ്യയുടെ തന്നെ P-800 ക്രൂയിസ് മിസൈലിനെ ആധാരമാക്കിയിട്ടാണ് ബ്രഹ്മോസിനെ നിർമ്മിച്ചിരിക്കുന്നത്. ബ്രഹ്മോസ് എന്ന പേര് തന്നെ വന്നത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ്. ഈ മിസൈലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈൽ. മിസൈലിന്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് മാക് 2.8 മുതൽ 3.0 വരെയാണ്. കര, കടൽ, ആകാശം എന്നീ പല സമതലങ്ങളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന രീതിയിലാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോലും. ഇതിന്റെ തന്നെ ഹൈപ്പർസോണിക് വിഭാഗത്തിലെ മിസൈൽ ബ്രഹ്മോസ് 2 വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ്. അതിന് പ്രതീക്ഷിക്കുന്ന വേഗത എന്ന് പറയുന്നത് മാക് 7 ആണ്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന രീതിയിൽ ഇതിനെ കൂടുതൽ അപകടകാരിയാക്കി മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകളുടെ ഭാഗമായി ഇന്ന് ബ്രഹ്മോസ് മാറിയിരിക്കുന്നു. വകഭേദങ്ങൾക്കനുസരിച്ചുകൊണ്ട് 300 മുതൽ 500 കിലോമീറ്റർ വരെ റേഞ്ചുകളുള്ള ബ്രഹ്മോസ് മിസൈലിന് റഡാറുകളെയും മിസൈൽ വേധ തോക്കുകളെയും മറ്റു മിസൈലുകളെയും ഒക്കെ മറികടന്നുകൊണ്ട് കൃത്യമായി ലക്ഷ്യസ്ഥാനത്തെത്താനും ലക്ഷ്യസ്ഥാനം ഭേദിക്കാനും സാധിക്കും. ബാലിസ്റ്റിക് മിസൈലുകൾ ഭൂഗുരുത്വം ഉപയോഗിച്ചാണ് പകുതി ദൂരത്തിന് ശേഷം സഞ്ചരിക്കാറുള്ളത്. എന്നാൽ ബ്രഹ്മോസ് പോലുള്ള ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ മുതൽ ലക്ഷ്യത്തിലെത്തുന്നതുവരെ അതിന്റെ ഇന്ധനം ഉപയോഗിച്ച് സഞ്ചരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളപ്പോൾ സഞ്ചാരപാതയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താൻ ഇവയ്ക്ക് സാധിക്കും. 2022 ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ ബ്രഹ്മോസ് ആയുധ ഇടപാടിനുള്ള കരാറിൽ ഒപ്പിട്ടത്. $375 മില്യൺ ഇടപാടായിരുന്നു അന്നത്തേത്. ഇതിനൊപ്പം തന്നെ ഈ മേഖലയിലെ മറ്റൊരു രാജ്യമായ മലേഷ്യയുമായും മിസൈൽ ഇടപാട് സംബന്ധിച്ച ചർച്ചകൾ അന്ന് നടത്തിയിരുന്നു. അതിനു പുറമെ ദക്ഷിണ അമേരിക്കയും മിഡിൽ ഈസ്റ്റും അങ്ങനെ നിരവധി രാജ്യങ്ങൾ ബ്രഹ്മോസിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. 290 കിലോമീറ്റർ പരിധിയിൽ ആക്രമണം നടത്തുന്ന ലോകത്തിലെ തന്നെ അന്നത്തെ ഏറ്റവും വേഗമേറിയ സൂപ്പർ സോണിക് മിസൈൽ അവതരിപ്പിച്ചത് ബ്രഹ്മോസ് ആയിരുന്നു ഇന്ത്യയായി. ഇന്ത്യയും റഷ്യയും സംയുക്തമായി ഈ മിസൈൽ വികസിപ്പിച്ചെടുത്ത് ഇപ്പോൾ 600 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആക്രമണം നടത്താൻ കഴിയുന്ന ബ്രഹ്മോസിന്റെ വകഭേദത്തെ വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി ഇന്ത്യ കടന്നിരിക്കുന്നു. ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് വകഭേദമായിട്ടുള്ള ബ്രഹ്മോസ് 2 അതിനുവേണ്ടി ഇന്ത്യയും റഷ്യയും കഠിന പരിശ്രമം തന്നെയാണ് നടത്തുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശബ്ദത്തിന്റെ ഇരട്ടി വേഗതയല്ല, ശബ്ദത്തെക്കാൾ 6 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലായി ബ്രഹ്മോസ് 2 മാറും. ഇന്ത്യയുടെ മിസൈൽ ആണവ പദ്ധതികൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന മുൻ രാഷ്ട്രപതി കൂടിയായ ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാമിനോടുള്ള ആദരമായി തന്നെയാണ് ഈ മിസൈലിനെ നാം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ബ്രഹ്മോസ് 2K എന്നാണ് ഈ മിസൈലിന് പേരിട്ടിരിക്കുന്നത്. 2005 ബ്രഹ്മോസിന്റെ ആദ്യ പതിപ്പ് ഇന്ത്യക്ക് പരീക്ഷിക്കാനായി സാധിച്ചത്. INS രജ്പുത്തിൽ നിന്നായിരുന്നു ആ പരീക്ഷണം. 2007 കരയിൽ നിന്നുള്ള പരീക്ഷണവും 2015 കടലിൽ നിന്നുള്ള പരീക്ഷണവും നടന്നു. 2017 സുഖോയ് 30 യുദ്ധവിമാനത്തിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ പരീക്ഷിച്ചു. പിന്നാലെ മിഗ്, തേജസ് വിമാനങ്ങളിലുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഭാരം കുറഞ്ഞ മിസൈലായി ബ്രഹ്മോസ് 2 രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മിസൈലിന്റെ ദൂരപരിധി 350 കിലോമീറ്ററിൽ നിന്നും 400 ഉയർത്താനാണ് ശ്രമമുള്ളത്. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിൽ ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് 300 കിലോമീറ്ററിന് മുകളിലുള്ള പരിധിയിലുള്ള മിസൈലുകൾ അംഗമല്ലാത്ത രാജ്യങ്ങൾക്ക് വിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് 290 എന്ന കിലോമീറ്റർ ദൂരപരിധി നിശ്ചയിച്ചത്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച ഈ മിസൈൽ പുതിയ വികസന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അന്ന് ഇന്ത്യ MDCR അംഗമായിരുന്നില്ല. പക്ഷേ ഇന്ന് അംഗത്വം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇനി ബ്രഹ്മോസിന്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാൻ കഴിയും. 600 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആക്രമണം നടത്താൻ സാധിക്കുന്ന ബ്രഹ്മോസിന്റെ പുതിയ കരുത്തനെയാണ്
ഇന്ത്യ രൂപകൽപ്പന ചെയ്യുന്നത്. വ്യോമസേനയിൽ നിന്നൊക്കെ തന്നെ ബ്രഹ്മോസിന്റെ പല വകഭേദങ്ങൾ ഇന്ന് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്ന ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിക്കുന്ന, പറപ്പിക്കാൻ ആളുകളുടെ ആവശ്യമില്ലാത്ത, മുങ്ങിക്കപ്പലിൽ നിന്നോ കരയിൽ നിന്നോ വിമാനങ്ങളിൽ നിന്നോ തൊടുക്കാൻ കഴിയുന്ന ഈ മിസൈലിന്റെ 400 കിലോമീറ്റർ അകലെ വരെയുള്ള ലക്ഷ്യസ്ഥാനത്തെത്തി സ്ഫോടനമുണ്ടാക്കി നാശം വിതയ്ക്കാൻ കഴിവുള്ള ആ ഒരു ശേഷിയെ തന്നെയാണ് ചൈന അടക്കം ഭയക്കുന്നത്. ഈ അടുത്തായി പറയുകയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേന സുഖോയ് യുദ്ധവിമാനത്തിൽ നിന്നും ബ്രഹ്മോസിന്റെ ഒരു വിപുലീകൃത ശ്രേണി പതിപ്പ് തന്നെ വിജയകരമായി പരീക്ഷിച്ചു. 400 കിലോമീറ്ററിലധികം പ്രഹരശേഷിയാണ് ഈ പരീക്ഷണത്തിലൂടെ ബ്രഹ്മോസ് കൈവരിച്ചത്. ബ്രഹ്മോസ് ശേഷിയുടെ വികാസവും അതിന്റെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര ആവശ്യകതയും ഒക്കെ ചൈനയെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. ദക്ഷിണ ചൈന കടലിൽ ആക്രമണാത്മകമായിട്ടുള്ള പ്രാദേശിക അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ചൈനയ്ക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ഈ സാമ്പത്തിക മേഖലകളുടെ അവകാശവാദം നിരന്തരമായി ചൈന ഉന്നയിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിലിപ്പീൻസ്, വിയറ്റ്നാം, തായ്വാൻ, മലേഷ്യ എന്നീ രാജ്യങ്ങളുമായിട്ടുള്ള ചൈനയുടെ ബന്ധം ഏറെക്കാലമായി വഷളായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ മിസൈലിന് പുറമെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കപ്പലുകൾ, ആയുധങ്ങൾ, തോക്കുകൾ എന്നിവയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഡിമാൻഡ് ഉണ്ട്. ആയുധ നിർമ്മാണത്തിൽ അതിവേഗം ആത്മനിർഭരത കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യ ഏകദേശം 1,26,000 കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇന്ത്യയിൽ തന്നെ 2024 നിർമ്മിച്ചത്. പ്രതിരോധ രംഗത്ത് തന്നെ ഇന്ത്യയുടെ കുന്തമുനയായി സുഖോയ് യുദ്ധവിമാനങ്ങളും മറുഭാഗത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. സുഖോയ് യുദ്ധവിമാനങ്ങളെയും കയറ്റുമതി ചെയ്യാനുള്ള ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. വിമാനത്തിന്റെ ഇന്ത്യയിലെ നിർമ്മാതാക്കളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും റഷ്യൻ സുഖോയിസും തമ്മിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുവെന്നാണ് യുറേഷ്യൻ ടൈംസ് അടക്കം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഉൽപാദനത്തെ കൂടുതൽ പിന്തുണയ്ക്കാൻ വേണ്ടി റഷ്യ സമ്മതിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശന വേളയിലാണ് കയറ്റുമതി ഉൽപാദനത്തിന് ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്ന ഒരു ധാരണയിലേക്ക് എത്തിയത്. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലായിരിക്കും സുഖോയ് Su-30 MKI വിമാനങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നത്. ഈ അടുത്തായി തന്നെ ഫിലിപ്പീൻസിലേക്ക് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യ കയറ്റുമതി ചെയ്തതിന് പിന്നാലെ തന്നെ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം വരുന്നുവെന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ത്യയിൽ സുഖോയ് Su-30 MKIയുടെ ഉത്പാദനം പുനരാരംഭിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ചർച്ച നടത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങൾ 100-ലധികം രാജ്യങ്ങൾ തന്നെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. തോക്കുകളായിക്കോട്ടെ, ഗ്രനേഡുകളായിക്കോട്ടെ, യുദ്ധ സാമഗ്രികളായിക്കോട്ടെ, ഇതൊക്കെ തന്നെ ആവശ്യക്കാർ ഏറെയാണുള്ളത്. നാസിക്കിലെ ഡിവിഷനിൽ മിക്സ് ശ്രേണിയിലുള്ള യുദ്ധവിമാനങ്ങളുടെയും സുഖോയ് വിമാനങ്ങളുടെയും അറ്റകുറ്റപ്പണികളും മറ്റ് ജോലികളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം ഇതിന് പിന്നാലെ തന്നെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് സുഖോയ് യുദ്ധവിമാനത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി 2000-ലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ സഹായം HAL ഉപയോഗപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ വ്യോമസേനയുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളിലെ ഏറ്റവും മികച്ച വിമാനമായി സുഖോയ് Su-30 MKI മാറിയിരിക്കുന്നു. വ്യോമസേനയുടെ പക്കലുള്ള സുഖോയ് യുദ്ധവിമാനങ്ങളുടെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 272 സുഖോയ് വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത്. അതിൽ 50 എണ്ണം റഷ്യയിലും 222 എണ്ണം HALന്റെ നാസിക്കിലെ പ്ലാന്റിലുമാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. തികച്ചും തദ്ദേശീയമായി തന്നെ. ഇതിൽ 40ഓളം വിമാനങ്ങൾക്ക് മാത്രമേ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആയിട്ടുള്ള ബ്രഹ്മോസിനെ വഹിക്കാനുള്ള ശേഷിയുള്ളൂ. വ്യോമസേനയ്ക്ക് വേണ്ടി കിട്ടാനിരിക്കുന്ന 12 സുഖോയ് യുദ്ധവിമാനങ്ങൾ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി തന്നെയാണ് നിർമ്മിക്കുന്നത്. റഷ്യൻ സഹായത്തോടെ ഇന്ത്യയിൽ തന്നെയാണ് ഇതിന്റെ നിർമ്മാണം. കൂടുതൽ തദ്ദേശീയമായ ഉപകരണങ്ങളും പുതിയ സുഖോയ് Su-30 MKI വിമാനത്തിൽ ഉണ്ടായിരിക്കുമെന്ന ഉറപ്പും കിട്ടുന്നുണ്ട്. ഇന്ത്യൻ നിർമ്മിത ആയുധ സംവിധാനങ്ങളും റഡാറുകളും ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കും. ഇന്ത്യയിൽ കൂടാതെ തന്നെ ചൈന, അൾജീരിയ, ഇന്തോനേഷ്യ, മലേഷ്യ, ഉഗാണ്ട, വെനസ്വേല, വിയറ്റ്നാം എന്നിവിടങ്ങളിലാണ് സുഖോയ് വിമാനങ്ങളുടെ വിവിധ പതിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ലോകത്തെ ഏറ്റവും ശക്തമായ സൈനിക രാജ്യങ്ങളുടെ ഒരു റാങ്കിംഗ് പട്ടിക കൂടി പുറത്തു വന്നത് ഏവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് 2025 എന്ന പട്ടികയാണ് പുറത്തു വന്നത്. അതിൽ 1-ാം സ്ഥാനത്ത് എപ്പോഴത്തെയും പോലെ തന്നെ അമേരിക്ക തന്നെയാണ് ഇടം നേടിയിട്ടുള്ളത്. പ്രതിരോധ സാങ്കേതിക വിദ്യ, സാമ്പത്തിക സ്രോതസ്സുകൾ, ലോജിസ്റ്റിക്സ്, ഭൂമിശാസ്ത്രം, തന്ത്രപരമായ സ്ഥാനനിർണയം തുടങ്ങിയ 60ഓളം ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കരുത്തുറ്റ സൈനിക ശക്തികളുടെ പട്ടികയിൽ, ആ റാങ്കിംഗ് പട്ടികയിൽ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രഖ്യാപിച്ചതിൽ 1-ാമതായി അമേരിക്കയ്ക്ക് എത്താൻ സാധിച്ചത്. 1-ാം സ്ഥാനത്തുള്ള അമേരിക്കയ്ക്ക് 13,043 സൈനിക വിമാനങ്ങൾ, 1,790 ഫൈറ്റർ ജെറ്റുകൾ, 889 അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ, 1,002 അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ 5,843 ഹെലികോപ്റ്ററുകളും 4,640 ടാങ്കുകളും ഒക്കെയാണ് സ്വന്തമായിട്ടുള്ളത്. അവരുടെ നാവിക, സൈബർ യുദ്ധ മികവുകളൊക്കെ തന്നെ സമാനതകളില്ലാതെയാണ്. ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന റഷ്യ ആകട്ടെ ലോക സൈനിക ശക്തികളിൽ ഇപ്പോഴും 2-ാം സ്ഥാനത്ത് തന്നെയാണ്. 4,292 സൈനിക വിമാനങ്ങൾ, 833 ഫൈറ്റർ ജെറ്റുകൾ, 689 അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ, 5,750 ടാങ്കുകൾ എന്നിവ റഷ്യക്ക് സ്വന്തമായിട്ടുണ്ട്.
ലോക സൈനിക ശക്തികളിൽ 3-ാം സ്ഥാനം ചൈനയ്ക്കാണ്. 20,30,000 സൈനികർ, 1221 ഫൈറ്ററുകൾ, 371 അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ ഉൾപ്പെടെ 3309 മിലിറ്ററി എയർക്രാഫ്റ്റുകളാണ് ചൈനയ്ക്ക് സ്വന്തമായിട്ടുള്ളത്. 6800 ടാങ്കുകളുമുണ്ട്. 3490 സ്വയമായി പ്രവർത്തിക്കുന്ന പീരങ്കി യൂണിറ്റുകളും ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. 2750 മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടുകൾ എന്നിവയും ചൈനയ്ക്ക് സ്വന്തമാണ്. ദക്ഷിണ ചൈന കടൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും തദ്ദേശീയ ആയുധ വികസനത്തിലെ പുരോഗതിയും ഒക്കെ സൈനിക ശക്തിയെ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പട്ടികയിൽ 4-ാം സ്ഥാനത്ത് മറ്റാരുമല്ല, ഇന്ത്യ തന്നെയാണ്. 14,55,550 സൈനികരാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ളത്. 513 ഫൈറ്ററുകളും 371 അറ്റാക്ക് എയർക്രാഫ്റ്റുകളും ഉൾപ്പെടെ 2229 സൈനിക വിമാനങ്ങൾ ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട്. 4201 ടാങ്കുകൾ, 293 കപ്പലുകൾ, അവയിൽ 2 എയർക്രാഫ്റ്റ് കാരിയറുകളും 18 അന്തർവാഹിനികളും 13 ഡിസ്ട്രോയറുകളും 14 ഫ്രിഗേറ്റും അടങ്ങുന്നു. അഗ്നി, ബ്രഹ്മോസ് തുടങ്ങിയ തദ്ദേശീയ നിർമ്മിത മിസൈൽ സംവിധാനങ്ങളും ഇന്ത്യയുടെ കരുത്ത് ഇരട്ടിയാക്കുന്നു. ഇന്ത്യക്ക് പിന്നിൽ ദക്ഷിണ കൊറിയയും UK-യും ഫ്രാൻസും ജപ്പാനും തുർക്കിയും ഇറ്റലിയുമാണ് 5, 6, 7, 8, 9, 10 സ്ഥാനങ്ങളിലായിട്ടുള്ളത്. ആദ്യ 10-ൽ പാകിസ്ഥാന് ഇടം നേടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം 9-ാം സ്ഥാനത്തുണ്ടായിരുന്ന പാകിസ്ഥാൻ ഇത്തവണ 12-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. രാജ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും പഴയ സാങ്കേതിക വിദ്യയും ഒക്കെ തന്നെയാണ് പാകിസ്ഥാനെ പിന്നോട്ടടിക്കുന്നത്.